ചേർന്ന് ഇപ്പോൾ ശ്രീ എം മണിയുടെ പ്രതികരണം VS-നെ കുറിച്ച്. VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞത് അങ്ങേറ്റം വേദനയോടുകൂടിയാണ്. ദിവസനാടുകളായി അദ്ദേഹം ചികിത്സയിലും രോഗശയ്യയിലായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് മഹത്തായ സംഭാവന നൽകി വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു VS എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു. അദ്ദേഹം എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൃഷിക്കാർ, അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നിലകൊണ്ടിട്ടുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. സഹാബ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു. അദ്ദേഹം വിട്ടുപിരിഞ്ഞതിൽ അഗാധമായ ദുഃഖമുണ്ട്. ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. എം മണിയാണ് VS അച്യുതാനന്ദനെ അനുസ്മരിച്ചത്. എം മണിക്കൊപ്പം നിരവധി സമര രംഗത്ത് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് VS-ന്റെ വലം കൈ എന്ന രീതിയിൽ ഇടുക്കിയിൽ എം മണി ഉണ്ടായിരുന്നു. പിന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചുവട് മാറ്റി. എങ്കിൽ പോലും VS അച്യുതാനന്ദന്റെ അടുത്ത അനുയായിയായി എം മണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ VS-നെ കുറിച്ച് ഉണ്ടാവുകയും ചെയ്യും. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. നേരത്തെയും അമ്പരപ്പിക്കുന്ന VS എന്ന ക്യാപ്ഷനിൽ കണ്ടതുപോലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അദ്ദേഹം എടുത്ത നിലപാട്, പാർട്ടി നിലപാടിന് വിരുദ്ധമായി VS എടുത്ത നിലപാട്, പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് VS അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കിയത്. അത് കേരള രാഷ്ട്രീയത്തിൽ ഉൾപാർട്ടിയിൽ പോലും അത് വലിയ ചലനം ഉണ്ടാക്കുകയായിരുന്നു. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായി VS അച്യുതാനന്ദൻ നിലപാടെടുത്തു. അതിന് ജനകീയ പിന്തുണയും കിട്ടുകയും ചെയ്തു. 2006-ലും 2011-ലും ഇത് കണ്ടതാണ്. VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച സമയത്ത് പോലും അദ്ദേഹത്തിനായി മുദ്രാവാക്യവുമായി അണികൾ തെരുവിലിറങ്ങുന്നത് കേരളം കണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിട്ട് പോലും അത് കണക്കാക്കപ്പെടുകയാണ്. അങ്ങനെയാണ് VS അച്യുതാനന്ദൻ എന്ന ജനകീയ മുഖം കേരളത്തിൽ രൂപപ്പെട്ടു വന്നത്. കേരളത്തിന്റെ സ്വന്തം സഖാവ് എന്ന രൂപത്തിൽ നേരത്തെ അനുസ്മരിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ള നേതാക്കൾ പോലും VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്നത് തങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പോരാട്ടങ്ങളും VS നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സമാരാധ്യനായ നേതാവ് എന്ന രീതിയിലാണ്. ആ ബഹുമാനം എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ പോലും VS-നോട് പുലർത്തിയിരുന്നു എന്നതാണ് പ്രത്യേകത. അത് കേരള രാഷ്ട്രീയം സമീപകാലത്ത് കണ്ടതാണ്. VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് 1991-ൽ തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടുതലും പോരാട്ടങ്ങൾ കേരള രാഷ്ട്രീയം പുതിയ തലമുറ കൂടുതലായിട്ടും കണ്ടത്. പുതിയ തലമുറ VS അച്യുതാനന്ദനെ അടുത്തറിഞ്ഞത് അതിനുശേഷമുള്ള അദ്ദേഹം ഏറ്റെടുത്ത ജനകീയ സമരങ്ങൾ കണ്ടുകൊണ്ടാണ്. VS അച്യുതാനന്ദന്റെ പല മുഖങ്ങൾ കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്, പല സമര ചരിത്രങ്ങളും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ 1991 മുതൽ ഇങ്ങോട്ടുള്ള സമരചരിത്രം, പോരാട്ട ചരിത്രം അത് ഒരു വ്യത്യസ്ത രീതിയിൽ ഉള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിനു മുൻപുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് 91 മുതൽ സംഭവിച്ചത്. അവിടെ VS തികഞ്ഞ ഒരു ജനകീയനായി മാറുകയായിരുന്നു. അത് കേരളത്തിൽ എമ്പാടും മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ രീതിയിലേക്ക് VS-ന്റെ മാറ്റമാണ് 91 മുതൽ കണ്ടു തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവായുള്ള 96 വരെയുള്ള പ്രവർത്തനം, അതിനുശേഷം മാരാരിക്കുളത്തെ അദ്ദേഹത്തിൻ്റെ തോൽവി, അതോടുകൂടി VS എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ മലയാളികൾക്കിടയിൽ കൂടുതൽ സമ്മതി നേടിക്കൊണ്ടുവരികയായിരുന്നു. 2001-ൽ അദ്ദേഹം ജയിച്ചുവെങ്കിലും LDF പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് VS അച്യുതാനന്ദൻ എത്തുന്നു. 2006 വരെ തുടരുന്നു. 2006-ൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. 2011-ൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിന്നാണ് അവസാനം UDF-ലേക്ക് ഭരണം പോയത്. 2016-ലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം 2021 മുതൽ വരെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തുടരുകയും ചെയ്തു. തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുകയും ഉടനെ തന്നെ ചോദ്യങ്ങൾ ചെയ്താൽ പ്രതികളെ എല്ലാം തന്നെ ഒന്നൊഴിയാതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും.
ശ്രദ്ധ കിട്ടാതെ പോയ സമരങ്ങൾ VSന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി മാറുകയും ആ സമരങ്ങൾക്ക് നീതി കിട്ടുകയും ചെയ്ത ചരിത്രമുണ്ട്. ജിഷ്ണു പ്രണോയിയുടെ കേസും അതുതന്നെയാണ്. VSന്റെ ഉറച്ച നിലപാടും VSന്റെ സാന്നിധ്യവും ഇത്തരം കേസുകളുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധി കേസുകളാണ്, പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒട്ടേറെ കേസുകളിലാണ് VS അച്യുതാനന്ദൻ നേരിട്ടിടപെടുകയും ആ സമരങ്ങളെ അദ്ദേഹം ജനകീയമാക്കി വളർത്തിയെടുക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ കേരളം കണ്ടത് പ്രധാനമായും 2001 മുതൽ 2006 വരെയും അതിനുശേഷം 2011 മുതൽ 2016 വരെയുമായിരുന്നു. ആ സമയത്ത് UDF ഭരണസമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ